കർത്താവിന്റെ അതിപരിസമായി നാം വാഴ്ത്തപ്പെടും. ഈ നല്ല സമയത്ത് ഓർന്ന ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നാം ചിന്തിക്കുന്ന വചനം പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രനായി എന്നുള്ളതാണ്. ദൈവപുത്രൻ പ്രത്യക്ഷനായി എന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പം പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ ഉള്ള അധികാരം എന്ന് പറയുന്നത് ദൈവപുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിന് മാത്രമേ ഉള്ളൂ എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഈ സത്യവചനം ഹല്ലേലൂയ നാം അംഗീകരിക്കുവാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. എന്താണ് പിശാചിന്റെ പ്രവൃത്തികൾ എന്ന് നമ്മൾ തിരിച്ചറിയണം. വചനം പറയുന്നത് പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നവനും. അപ്പൊ പിശാചിന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ മനുഷ്യനെ കണ്ട് പാപം ചെയ്യുക, അവന്റെ അനുയായികളാക്കി മാറ്റുക നമ്മളെ. അങ്ങനെ പാപം മുഖാന്തരം സാത്താനാൽ ബന്ധിക്കപ്പെട്ട് കടന്നിരുന്ന ജനത്തെ വിടുവിക്കാൻ വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. പ്രൈസ് ദി ലോർഡ്. പാപം മനുഷ്യന്റെ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ മനുഷ്യന്റെ ഹൃദയത്തിൽ വളരെ കലക്കങ്ങൾ നേരിടും. ഹൃദയം കലങ്ങി മറിയുമുള്ള പ്രധാന കാരണങ്ങൾ പാപം തന്നെയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ജീവിതത്തിൽ സംഭവിച്ച പാപവും വ്യാധിയും മരണഭയവും ഒരു മനുഷ്യന്റെ ഹൃദയത്തെ എത്രമാത്രം വേദനിപ്പിക്കുന്നുവെന്ന് നാം തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത പാപം, അതിന്റെ പരിണിതമായി നിങ്ങൾ അനുഭവിക്കുന്ന മനോവ്യതകൾ, മാനസിക പിരിമുറുക്കങ്ങൾ, സംഘർഷങ്ങൾ നിങ്ങൾ അനുഭവിച്ചറിയുമ്പോൾ ഹല്ലേലൂയ അതിനെക്കുറിച്ച് നിങ്ങൾ ബോധ്യപ്പെട്ടിട്ട് ഇനിയെങ്കിലും പാപം ചെയ്യാതിരിക്കാൻ നിങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിങ്ങളെ വളരെ വിഷമിപ്പിക്കുന്നത് എന്താണ്? നിങ്ങളുടെ ജീവിതത്തിന്റെ പാപമാണ്. ഹല്ലേലൂയ. ഹൃദയം കലങ്ങുവാനുള്ള മുഖ്യ കാരണം പിശാചിന്റെ പ്രവൃത്തികളാണ്. ഈ പാപം എന്ന് പറയുന്നത് പിശാചിന്റെ പ്രവൃത്തികൾ തന്നെയാണ്. ഒരു മനുഷ്യൻ പുകവലിക്കുന്നത്, വീടി വലിക്കുന്നത്, സിഗരറ്റ് വലിക്കുന്നത്, മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നത്, പാൻമസാലകൾ തിന്നുന്നത്, പാൻമസാലകൾ മേടിച്ച് നാവിനടിയിൽ വെക്കുന്നതും എന്നൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഇപ്പോഴത്തെ ഹല്ലേലൂയ MDMA അടക്കമുള്ള നല്ല മദ്യം കുടിക്കുന്നത്, ഇതെല്ലാം പിശാചിന്റെ പ്രവൃത്തികളാണ്. മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപം, വ്യഭിചാരം, പരസംഗം, വിഗ്രഹാരാധന, സകല ദുഷ്കർമ്മങ്ങളും, ദിവ്യാഗ്രഹങ്ങളും, ഇതെല്ലാം പിശാചിന്റെ പ്രവൃത്തികളാണ്. അങ്ങനെയുള്ള പിശാചിന്റെ പ്രവൃത്തികളിൽ നാം ചെന്ന് വീണ് കഴിയുമ്പോൾ നമ്മുടെ ഹൃദയം കലങ്ങി മറിയും. അങ്ങനെ പാപത്തിൽ വീണ് കിടന്ന ജനത്തെ രക്ഷിപ്പാൻ വേണ്ടിയിട്ടാണ് ഹല്ലേലൂയ ദൈവപുത്രൻ പ്രത്യക്ഷമായത് തന്നെ. നിങ്ങൾ വിശ്വസിക്കുമ്പോൾ, കർത്താവായ യേശുവിനെ വിശ്വസിക്കുമ്പോൾ, കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുമ്പോൾ, നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ, നിങ്ങൾ വിശുദ്ധിയിലേക്ക് വരുമ്പോൾ പിശാച് നിങ്ങളുടെ ജീവിതത്തിൽ കെട്ടിയിരിക്കുന്ന സകല കെട്ടുകളും പൊട്ടുവാൻ തുടങ്ങും. നിങ്ങൾ സ്വതന്ത്രമായി മാറും. ഹല്ലേലൂയ. ഇവിടെ പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കാനാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത് എന്ന് പറയുമ്പോൾ കെട്ടഴിക്കുക, ഹല്ലേലൂയ, കെട്ടഴിക്കുക, സ്വതന്ത്രനാക്കുക, നശിപ്പിക്കുക, അവസാനിപ്പിക്കുക എന്നീ അർത്ഥമുള്ള ലൂട്രോ എന്ന ഗ്രീക്ക് വാക്കാണ് ഇവിടെ അഴിക്കുക എന്ന് പറയുന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത്. സാത്താന്റെ സമസ്ത ബന്ധനങ്ങളും അഴിച്ച് മനുഷ്യവർഗത്തെ സ്വതന്ത്രനായി വിട്ടയക്കുന്നതിനാണ് യേശുക്രിസ്തു മനുഷ്യാവതാരം എടുത്തത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതാ, അവനിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾക്കെല്ലാം സ്വാതന്ത്ര്യം ലഭിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം സ്വാതന്ത്ര്യം കർത്താവ് നൽകുന്നുവെന്ന് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 36-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 36-ാം വാക്യം വായിക്കും കാണുന്നത് അവന്റെ സ്തോത്രം, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രൻ ആകുമെന്ന്.
അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ പിശാച് നമ്മെ നേരിട്ട് ആക്രമിക്കും. ഹല്ലേലൂയ. ചില സന്ദർഭങ്ങളിൽ ദുഷ്ട മനുഷ്യരെ പ്രേരിപ്പിച്ച് നമ്മെ ആക്രമിക്കും. ചില സമയങ്ങളിൽ പിശാച് മനുഷ്യനെ ഒളിയമ്പുകൾ ഇത് നമ്മെ ആക്രമിക്കും. ഹല്ലേലൂയ. കുടുംബങ്ങൾക്കകത്ത് തന്നെ നമുക്ക് വിരോധികളുണ്ടാകും, കുടുംബത്തിനകത്ത്. അതുകൊണ്ട് തന്നെ യേശു പറഞ്ഞു, നിന്റെ വീട്ടുകാർ തന്നെ നിനക്ക് ശത്രുക്കളാകും. കുടുംബത്തിനകത്ത് അമ്മായിയമ്മ മരുമോൾ തമ്മിലുള്ള പോരാട്ടം, മരുമക്കളായി കടന്നു വരുന്നവരും ആ വീട്ടിലെ മക്കളും നാത്തുന്മാരെ കേട്ടുള്ള പോരാട്ടം ഒക്കെ പിശാചിന്റെ പ്രവൃത്തികളാണ്. ഒരു വീട്ടിൽ 2 പാത്രം, 2 അടുപ്പ് പിശാചിന്റെ പ്രവൃത്തിയാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചിത്രിക്കുന്നത് പിശാചിന്റെ പ്രവൃത്തിയാണ്. മറ്റുള്ളവരുടെ നിന്ന് പണം അപഹരിച്ചെടുക്കുന്നത്, കൈക്കൂലി വാങ്ങുന്നത്, പിടിച്ചു പറിക്കുന്നത്, മോഷ്ടിക്കുന്നത്, മറ്റൊരുവന്റെ അതിര് തൂണ്ടുന്നത് എല്ലാം പിശാചിന്റെ പ്രവൃത്തിയാണ്. പരസംഗം ചെയ്ത് വ്യഭിചാരം ചെയ്ത് മറ്റുള്ളവന്റെ ഭാര്യയെ മോഹിക്കുന്നത് എല്ലാം പിശാചിന്റെ പ്രവൃത്തിയാണ്. മനുഷ്യൻ ചെയ്യുന്ന അകൃത്യങ്ങളെല്ലാം പിശാചിന്റെ പ്രവൃത്തികളാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിങ്ങളുടെ ജീവിതത്തിൽ പിശാച് എത്രമാത്രം പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾക്ക് ക്രിസ്തുവിൽ സ്വാതന്ത്ര്യത്തോടെ, ക്രിസ്തുവിൽ സ്വതന്ത്രനായി നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ പിശാചിന്റെ പ്രവൃത്തിയിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് നിത്യമായ രാജ്യത്തിൽ, സ്വർഗരാജ്യത്തിൽ ചെല്ലാൻ കഴിയില്ല. അതുകൊണ്ട് പിശാചിന്റെ പ്രവൃത്തികളിൽ നിന്ന് നിങ്ങളെ കെട്ടഴിച്ച് നിങ്ങളെ സ്വതന്ത്രമാക്കി ദൈവരാജ്യത്തിന്റെ അവകാശിയാക്കി മാറ്റിയെടുക്കുവാനാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. നിങ്ങളതിൽ വിശ്വസിക്കുമ്പോഴാണ് നിങ്ങൾക്കത് ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ പറയാറില്ലേ, കുടുംബത്തിന് ചുറ്റും പോരാട്ടങ്ങളാണ്, വരുത്തുപോക്കിന്റെ ശക്തികളാണ്, മന്ത്രവാദങ്ങളാണ്, ആഭിചാരങ്ങളാണ്, പൂച്ചകളാണ്, കൂടോത്രങ്ങളാണ്, ക്ഷുദ്രങ്ങളാണ്, ശാപങ്ങളാണ് എന്നൊക്കെ നിങ്ങൾ പറയാറില്ലേ? മാറാത്ത രോഗങ്ങളാണ്, വ്യാധികളാണെന്ന് നിങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾ വിലപിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? നിങ്ങളുടെ പാപം നിങ്ങളിൽ വർദ്ധിക്കുമ്പോൾ, പിശാചിന്റെ പ്രവൃത്തികൾ നിങ്ങളിൽ വർദ്ധിക്കുമ്പോൾ നിങ്ങളിൽ അസ്വസ്ഥത ഉളവാക്കും. നിങ്ങളുടെ ഹൃദയത്തെ കലങ്ങി മറിയുന്ന വിധത്തിൽ സാത്താൻ നിങ്ങളെ ഗോതമ്പ് മാറ്റുന്നത് പോലെ പാറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾ മടങ്ങി വന്ന് മാനസാന്തരപ്പെടണം. ദൈവത്തിന്റെ വചനം പറയുകയാണ്. ഇപ്പൊ യേശു പറഞ്ഞു, അല്ലെങ്കിൽ സ്തോത്രം, യേശു പറഞ്ഞു, ഹല്ലേലൂയ, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രൻ ആകുമെന്ന്. ആ വചനത്തെക്കുറിച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 31 തൊട്ടുള്ള വാക്യങ്ങൾ, 31 തൊട്ട് 38 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. യഹൂദന്മാരുമായുള്ള യേശുവിന്റെ സംവാദമാണ് അവിടെ കാണുന്നത്. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശുവെ, ആമേൻ, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അവർ അവനോട്, ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതി, ആർക്കും ഒരു നാള് ദാസന്മാരായിരുന്നിട്ടില്ല. നിങ്ങൾ സ്വതന്ത്രൻ ആകും എന്ന് നീ പറയുന്നത് എങ്ങനെ എന്ന് ഉത്തരം പറഞ്ഞു. യഹൂദന്മാർക്ക് മനസ്സിലാകുന്നില്ല. യേശു പറയുന്നത് യഹൂദന്മാർക്ക് മനസ്സിലാകുന്നില്ല. ഹല്ലേലൂയ. അതിന് യേശു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറഞ്ഞു, പാപം ചെയ്യുന്നവരെല്ലാം പാപത്തിന്റെ ദാസനാകുന്നു. ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല, പുത്രനോ എന്നേക്കും വസിക്കുന്നു. അപ്പൊ പാപം ചെയ്യുന്നവരെല്ലാം പാപത്തിന്റെ ദാസൻ. ആ വചനം വായിക്കും, വിശ്വസിച്ച യഹൂദന്മാരോട് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ പ്രഭാഷണം തുടങ്ങുമ്പോൾ കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് അവർ അംഗീകരിച്ചു എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അല്ലാതെ വിശ്വസിച്ച് ആശ്രയിച്ചു എന്ന് അർത്ഥമില്ല. യഹൂദന്മാരോട് യേശു സത്യം പറയുമ്പോൾ അവരത് കേൾക്കുന്നുണ്ട്, പക്ഷെ അതിൽ ആശ്രയിക്കുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് തന്നെ നിങ്ങൾ സത്യത്തിൽ ആശ്രയിക്കാതിരുന്നാൽ സത്യമാകുന്ന ദൈവം, ഹല്ലേലൂയ, നിങ്ങളിൽ വെളിപ്പെടുകയില്ല. എന്നെ കേൾക്കുന്ന നമ്മൾ സത്യത്തിൽ ആശ്രയിക്കുമ്പോൾ മാത്രമാണ്, വഴിയും സത്യവും ജീവനുമായിരിക്കുന്ന യേശുക്രിസ്തുവിൽ ആശ്രയിക്കുമ്പോഴാണ് ആമേൻ ദൈവപുത്രന്റെ പ്രവൃത്തി നമ്മൾ വെളിപ്പെടുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം സത്യമാകുന്ന ന്യായപ്രമാണം അനുസരിക്കുന്നവരാണ് സ്വതന്ത്രർ എന്നാണ് അവർ ചിന്തിക്കുന്നത്. എന്നാൽ യവനന്മാർ ദൈവവചനമാകുന്ന ലോഗോസ് അനുസരിച്ച് ജീവിക്കുന്നതാണ് സ്വാതന്ത്ര്യം എന്ന് പഠിപ്പിച്ചു. എന്നാൽ യേശു ലോഗോസും ന്യായപ്രമാണത്തിന്റെ കേന്ദ്രവുമായിരിക്കുന്ന തന്നെ, അഥവാ യേശുവിനെ അംഗീകരിക്കുന്നവനാണ് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നതെന്ന് യേശുവോട് പറയുക. ഹല്ലേലൂയ, സ്തോത്രം.
അപ്പൊ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ ഒരു മനുഷ്യന് സ്വതന്ത്രമാക്കപ്പെടാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. ഈ ലോകം മുഴുവൻ പാപത്തിന് അധീനതയിൽ വീണ് കിടക്കുക. ഈ ലോകം മുഴുവൻ പാപത്തിലാണ്. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നുവെന്ന് 1 യോഹന്നാന്റെ ലേഖനം 5:19 വായിക്കുന്നുണ്ട്. അപ്പം പിശാച് ആദ്യം മുതൽ കുലപാതകനാണ്. അവൻ പാപം ചെയ്യിപ്പിക്കുന്നവനാണ്. അവൻ വശീകരിക്കും. അങ്ങനെ നിങ്ങളെ സത്യത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് പാപത്തിന്റെ ദാസന്മാരാക്കി മാറ്റുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും സ്വാതന്ത്ര്യമായി ജീവിക്കാനോ സ്വതന്ത്രമായി നടക്കുവാനോ നിങ്ങൾക്ക് സ്വസ്ഥമായി കിടന്നുറങ്ങുവാനോ കഴിയാത്ത വിധത്തിൽ നിങ്ങളുടെ മനസ്സിനകത്ത് ഭാരങ്ങൾ നിറയും. ഹല്ലേലൂയ. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾക്കകത്തെല്ലാം പരാജയങ്ങൾ നേരിടാൻ തുടങ്ങും. കുടുംബജീവിതം പരാജയപ്പെടും, മക്കളുടെ വിദ്യാഭ്യാസം പരാജയപ്പെടും, നിങ്ങളുടെ കൃഷി പരാജയപ്പെടും, നിങ്ങളുടെ ബിസിനസ് പരാജയപ്പെടും, നിങ്ങളുടെ ജോലിക്കകത്ത് ഭിന്നതകൾ വർദ്ധിക്കും, നിങ്ങൾക്ക് ലഭിക്കേണ്ട നന്മകളെല്ലാം തടയും. കാരണം പിശാചിന്റെ പ്രവൃത്തി അത്രമാത്രമാണ്. നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ പാപത്തിൽ വീണ് പോയാൽ നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ അനുഗ്രഹമാണ്, നിങ്ങളുടെ നിത്യജീവനാണ്. ഹല്ലേലൂയ. പിതാവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ദൈവരാജ്യത്തിന്റെ അനുഭവത്തെ നിങ്ങൾ അനുഭവിക്കാതിരിക്കാൻ വേണ്ടി ഈ ലോകത്തിന്റെ പ്രഭുവായിരിക്കുന്ന സാത്താൻ, ഈ ലോകത്തിന്റെ പ്രഭു എന്ന് പറയുന്ന സാത്താനാ. ഹല്ലേലൂയ. അപ്പൊ ഈ ലോകത്തിന്റെ പ്രഭുവായിരിക്കുന്ന സാത്താൻ നിങ്ങളെ വശീകരിച്ചിട്ട് വശീകരണത്തിലൂടെ നിങ്ങളുടെ ഉള്ളിൽ മോഹങ്ങൾ വർദ്ധിപ്പിക്കും. മോഹങ്ങൾ വർദ്ധിപ്പിച്ചിട്ട് നിങ്ങളിൽ പാപ സ്വഭാവത്തെ കൊണ്ടുവരും. ഹല്ലേലൂയ. ആ പാപം നിങ്ങളെ പാപത്തിന്റെ ദാസനാക്കി മാറ്റി സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തി തരും. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങൾ ഒരിക്കലും പാപത്തിന്റെ ദാസനായി, പിശാചിന്റെ സന്തതിയായി നിങ്ങൾ തീരാതെ ദൈവപുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിലൂടെ നിങ്ങൾ സ്വതന്ത്രമായി മാറണം എന്ന് തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം മനുഷ്യൻ ജീവിതത്തിൽ ചെയ്തു കൂട്ടുന്ന സകല പാപങ്ങളും അവന്റെ നന്മയ്ക്ക് തടസ്സമായി മാറുകയാണ്. ഹല്ലേലൂയ. മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന സകല പാപങ്ങളും മനുഷ്യന്റെ നന്മയ്ക്ക് തടസ്സമാണ്. അനുഗ്രഹം അനുഭവിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മെ ഈ ഭൂമിയിൽ വിളിച്ച് വേർതിരിച്ചത്. ഹല്ലേലൂയ. കർത്താവ് ആഗ്രഹിക്കുന്ന എന്താണ്? സകല ജനങ്ങളും അനുഗ്രഹം അനുഭവിക്കണമെന്ന്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ദൈവാത്മാവിന് നിന്നോടുള്ള ദൂതെന്ന് പറയുന്നത് നീ അനുഗ്രഹം അനുഭവിക്കണമെന്നുള്ളതാണ്. പ്രൈസ്. നീ അനുഗ്രഹം അനുഭവിക്കാൻ വേണ്ടി ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന സ്ഥലം പോരാതെ വരുവോളം നീ അനുഗ്രഹിപ്പാൻ യേശു ആഗ്രഹിക്കുമ്പോൾ, ഹല്ലേലൂയ, പിശാച് നിന്നെ അതിൽ തട്ടിത്തിരിപ്പിച്ച് തട്ടിമാറ്റി അവന്റെ സന്നിധാനത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കും. ഹല്ലേലൂയ. അവൻ ലോകമോഹങ്ങളെ നിന്റെ ഉള്ളിൽ തന്നിട്ട് നിന്നെ പാപത്തിന് വശങ്കതനാക്കി മാറ്റി. ഹല്ലേലൂയ. നിന്റെ ജീവിതം തന്നെ തകർത്ത് കളയാൻ സാധ്യതയുണ്ടെന്നുള്ളത് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്ന സത്യമാണ്. ഹല്ലേലൂയ. അപ്പൊ നാം ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഹല്ലേലൂയ, ചില സന്ദർഭങ്ങളിൽ പിശാച് ക്ഷുദ്രങ്ങളിലൂടെയും മന്ത്രവാദങ്ങളിലൂടെയും കുടുംബങ്ങളെ ആക്രമിക്കും. അവൻ പല തന്ത്രങ്ങളാണ്. ചില സന്ദർഭങ്ങളിൽ കുടുംബത്തിന് നേരെ ക്ഷുദ്രപ്രയോഗങ്ങൾ, മന്ത്രവാദങ്ങൾ, കൂടോത്രങ്ങൾ, ആഭിചാരങ്ങൾ, ചരട്, ഓതിക്കെട്ടുകൾ എന്നു വേണ്ട സകല ദുഷ്പ്രവൃത്തിയും പിശാച് നിന്റെ കുടുംബത്തിന് നേരെ ചെയ്യും. അല്ലേലും ചില വരത്തുപോക്കിന്റെ ശക്തികൾ, ദേശത്തിന്റെ ആധിപത്യങ്ങൾ നിങ്ങളെ നിങ്ങളുടെ തലമുറയെ തകർത്തുകൊണ്ടിരിക്കുക. സമാധാനത്തോടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല, സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നില്ല, സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ കഴിയുന്നില്ല. പോകുന്നിടത്തെല്ലാം പരാജയം. ഹല്ലേലൂയ. അങ്ങനെ ജീവിതത്തിൽ കഷ്ടനഷ്ടങ്ങളുടെ ഹൃദയം കലങ്ങി പോകുന്ന പ്രിയപ്പെട്ടവരുടെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ദൂത്, ഹല്ലേലൂയ, നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിനെ നീ സ്വന്തം രക്ഷിതാപിതമായി സ്വീകരിക്കുമ്പോൾ, യേശുക്രിസ്തു നിന്റെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ, യേശുക്രിസ്തുവിന് വസിക്കുവാൻ നിന്റെ ശരീരമാകുന്ന മന്ദിരത്തെ നിന്റെ ഹൃദയത്തെ നീ വിട്ടുകൊടുക്കുമ്പോൾ, നിന്റെ സകല കെട്ടുകളും അഴിഞ്ഞ് നീ ക്രിസ്തുവിൽ സ്വതന്ത്രമായി മാറും. രക്തം ചെയ്യും. നിന്നെ പാതാള ഗോപുരങ്ങൾക്ക് കീഴ്പ്പെടുത്താൻ കഴിയില്ല. നീ ക്രിസ്തുവിൽ വിശ്വസിക്കാത്തടത്തോളം കാലം, യേശുക്രിസ്തുവിലൂടെ പാപപരിഹാരം വരുത്താത്തടത്തോളം കാലം, കർത്താവായ യേശുക്രിസ്തുവിലൂടെ നീ സ്വാതന്ത്ര്യം നേടിയെടുക്കാത്തടത്തോളം കാലം നിന്നെ പാതാള ഗോപുരങ്ങൾ തകർത്തുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. പാതാള ഗോപുരങ്ങൾ എന്ന് പറയുന്നത് ലോകത്ത് സാത്താന്റെ തന്ത്രങ്ങളാണ്. സാത്താൻ നിനക്കെതിരെ വലിയ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്. പിശാച് ആദ്യം നിന്റെ കണ്ണിന് ഇമ്പമായതൊക്കെ കൊണ്ടുത്തരും. ആദ്യം നിന്റെ കണ്ണിന് ഇമ്പമായത് നിന്റെ ശരീരത്തിന്റെ ജഡത്തെ സന്തോഷിപ്പിക്കുന്ന പാപ സുഖലോലുപങ്ങളിലൂടെ സാത്താൻ നിന്നെ നയിച്ചുകൊണ്ടിരിക്കും.
അല്ലേലി. അവസാനം നീ ചെന്ന് നിലയില്ല കയറ്റി ചെന്ന് ചാടും. അല്ലേലിയ. പാപം ചെയ്യുന്ന ദേഹി മരിക്കും, ജഡത്തിന്റെ ചിന്ത മരണം. അങ്ങനെ പാപം നിന്റെ ഉള്ളിൽ വർദ്ധിച്ച് നീ പാപത്തിന് വശങ്ങളായി നിലയില്ല കയത്തിൽ നീ ചെന്ന് ചാടി ആമീൻ അവിടെ നീ മുങ്ങി താഴാൻ തുടങ്ങും. അല്ലേലി. എപ്പോഴായിരിക്കും നീ ചിന്തിക്കും ഒരു കച്ചിത്തുരുപ്പെങ്കിലും ഒരു ആശ്രയം കിട്ടിയിരുന്നെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു. അതെ, നീ അത്രമാത്രം പരാജയത്തിലേക്ക് പോകുമ്പോഴായിരിക്കും ഒരുപക്ഷെ അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ നീ ക്രിസ്തുവിലേക്ക് തിരിയുന്നത്. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, സുവിശേഷം നിങ്ങളുടെ കാതുകളിൽ കേൾക്കത്തക്ക നിലയിൽ, നിങ്ങളുടെ ഭവനങ്ങളിൽ എത്തത്തക്ക നിലയിൽ ദൈവം തന്റെ ദാസന്മാരെ കഴിഞ്ഞ കാലങ്ങളായി നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അയച്ചിട്ടുണ്ട്. സുവിശേഷ സന്ദേശമായി നിങ്ങളുടെ ഭവനത്തിൽ പലരും വന്നിട്ടുണ്ട്. അല്ലേരിയ. നിങ്ങൾ കടന്നു പോകുന്ന വഴികളിലല്ലേ ഈ സുവിശേഷ സന്ദേശം കേട്ടിട്ടുണ്ട്. പക്ഷേ അന്നെല്ലാം നിങ്ങൾ കേട്ട സുവിശേഷത്തെ തള്ളിക്കളഞ്ഞവരാണ്. അല്ലേരിയ. സുവിശേഷത്തെ തള്ളിക്കളയുക എന്ന് പറയുമ്പോൾ നിങ്ങൾ കേട്ട യേശു ക്രിസ്തുവിന്റെ സമാധാന സുവിശേഷത്തെ അഥവാ യേശുവിനെ തള്ളിക്കളയുന്നതിന് തുല്യമാണ്. അല്ലേരിയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവി മടങ്ങി വന്ന്, എന്നെ കേൾക്കുന്ന സഹോദരൻ മടങ്ങി വന്ന് ക്രിസ്തുവിനാൽ നീ അനുഗ്രഹിക്കപ്പെടണം. അപ്പൊ നിങ്ങളുടെ കുടുംബത്തെ തകർക്കുന്ന ക്ഷുദ്രങ്ങളും മന്ത്രവാദങ്ങളും ആഭിചാര ശക്തികളും നിങ്ങളെ ഒന്നിച്ചാക്രമിക്കുമ്പോൾ നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുന്നു. കലക്കങ്ങളും ഭയങ്ങളും ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക. പിന്നെ കലക്കമായി ഭയമായി. അല്ലേരിയ. സ്തോത്രം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഈ ലോകത്തിന്റെ ഭയങ്ങളിൽ നിങ്ങൾ വിടുവിക്കപ്പെടണം. ചിലരുടെ ജീവിതത്തിലേക്ക് പിശാച് തന്ത്രങ്ങൾ നനഞ്ഞുകൊണ്ട് വന്ന് അവനെ വലിച്ചിഴച്ച് അവന്റെ പ്രാണനിൽ അല്ലെങ്കിൽ അധികാരം നടത്തും. പിശാച് നമ്മെ വലിച്ചിഴച്ചുകൊണ്ട് പോയിട്ട് അവന്റെ വശത്താക്കിയിട്ട് പിശാച് നമ്മുടെ പ്രാണനിൽ അധികാരം നടത്താൻ തുടങ്ങും. അല്ലേലൂയ. അങ്ങനെ പിശാച് നിന്റെ ജീവിതത്തിൽ നിന്റെ പ്രാണന് അധികാരം നടത്തി കഴിയുമ്പോൾ നിനക്ക് സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ വരുമ്പോഴാണ് നീ ആത്മഹത്യക്ക് വേണ്ടി പ്രേരിതമായി മാറുന്നത്. ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, മനുഷ്യന്റെ മുഖത്ത് നോക്കാൻ പറ്റത്തില്ല എന്നുള്ള ചിന്താഗതി, ലജ്ജാബോധം നിന്റെ ഉള്ളിലുണ്ടായിട്ട് നീ സ്വയം നിന്റെ ജീവനെ ഒടുക്കാൻ ശ്രമിക്കുന്നത്. അല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവി പിതാവേ, ഒക്കെ പിശാചിന്റെ പ്രവർത്തികളാണ്. അല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു ഒരിക്കലും നിന്നെ തകർത്ത് കളയാൻ ആഗ്രഹിക്കുന്നില്ല. നീ നശിച്ചു പോകാൻ ഒരിക്കലും യേശു ആഗ്രഹിക്കുന്നില്ല. നീ വീണ് കിടക്കുന്ന പാപത്തിൽ നിന്ന്, നീ നശിച്ചു കിടക്കുന്ന പാപത്തിൽ നിന്ന് നിന്നെ വീണ്ടെടുക്കുവാൻ, നിന്നെ രക്ഷിച്ച് നിനക്ക് അല്ലെങ്കിൽ ദൈവരാജ്യത്തിലെ അവകാശം തരുവാൻ യേശു ആഗ്രഹിക്കുന്നത്. അല്ലേലൂയ. ഇന്ന് പകരം ഈ വചനം കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, നീ മാനസാന്തരപ്പെട്ട് വിശുദ്ധിയിലേക്ക് വരണം. എന്നെ കേൾക്കുന്ന സഹോദര സൂര്യ, നിന്റെ ജീവിതത്തിലെ സകല അശുദ്ധിയെ നീ നീക്കിക്കളയണം. നിന്റെ നോട്ടത്തിലെ അശുദ്ധി. ചിലരുടെ നോട്ടമൊക്കെ കാണത്തില്ലേ? നിങ്ങൾ റോഡിലേക്ക് നിൽക്കുമ്പോൾ റോഡിൽ വരുന്ന ആളുകളെയൊക്കെ കാണുമ്പം അല്ലെങ്കിൽ റോഡിൽ പോകുന്ന ആളുകളെയൊക്കെ നമ്മൾ നോക്കുകയും കാണുകയൊക്കെ ചെയ്യും. ചിലരുടെ നോട്ടത്തിനകത്ത് അശുദ്ധിയാണ്, ചിലരുടെ ചുണ്ടുകൾക്കകത്ത് അശുദ്ധിയാണ്, ചിലരുടെ നാവിന്മേലുള്ള അശുദ്ധി, ചിലരുടെ കേൾവിക്കകത്ത് ഉള്ള അശുദ്ധി, അല്ലേ? കൈകാലുകളിൽ ശരീരത്തിന്മേലുള്ള അശുദ്ധി, ജഡം മുഴുവൻ അശുദ്ധി, ജഡത്തിന്റെ പ്രവൃത്തികൾ. അല്ലേരിയ. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ് എന്നുള്ളതാണ് ഗലാത്യ ലേഖനം 5:18 തൊട്ട് താഴോട്ട് വായിച്ചാൽ 15 വകുപ്പുകളെ കാണാൻ കഴിയും. അങ്ങനെ നിന്റെ ജഡത്തിന്റെ പ്രവൃത്തികളെ നീ അഴിച്ചു കളയണം. ആ ജഡത്തിന്റെ പ്രവൃത്തികളെ കെട്ടഴിക്കണം. അല്ലേരിയ. അങ്ങനെ ജഡത്തിന്റെ പ്രവൃത്തികളെ കെട്ടഴിച്ചു കളയാൻ വേണ്ടിയിട്ടാണ് അല്ലേരിയ ദൈവപുത്രൻ പ്രത്യക്ഷനായത്. അല്ലേരിയ. ജഡത്തിന്റെ പ്രവൃത്തികളെ കെട്ടഴിച്ചിട്ട് ആത്മാവിന്റെ പ്രവൃത്തികളെ ദൈവം നിന്നിൽ സ്ഥാപിക്കും. ആത്മാവിന്റെ ഫലമാണ് സ്നേഹം, സന്തോഷം, സമാധാനം, ദയ, പരോപകാരം, ദീർഘക്ഷമ. അല്ലേരിയ. ഇത്തിരിച്ച് എന്നൊക്കെ പറഞ്ഞ ഗലാത്യർ 5:28 22 കാണാൻ കഴിയും. ഗലാത്യ ലേഖനം 5:22 ആത്മാവിന്റെ ഫലങ്ങളെ കാണാൻ കഴിയും. പ്രൈസ്. അപ്പൊ നീ പാപത്തിന് അധീനനായി വസിക്കാതെ, പാപത്തിന്റെ ദാസനായി മാറാതെ, നിന്റെ ജഡത്തിൽ അശുദ്ധിയും കൊണ്ട് നീ നടക്കാതെ നീ വിശുദ്ധിയിലേക്ക് വരണമെന്ന് ദൈവാത്മാവ് ആഗ്രഹിക്കുക. പ്രൈസ്. ഈ പാപിയായ മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾ കണ്ടിട്ടില്ലേ? പാപം ചെയ്യുന്നവരെ കണ്ടിട്ടില്ലേ? പിശാചിൻ അവനെ പാപത്തിലേക്ക് തന്നെ നടത്തി അശുദ്ധിയിൽ മാത്രമേ അവരെ കൊണ്ടിരുത്തത്തുള്ളൂ. അവന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന മുഴുവൻ അശുദ്ധിയുടെ വാക്കുകളായിരിക്കും. അല്ലേലിയ. സഹോദരന്മാർ തമ്മിൽ കുടുംബത്തിൽ കലഹമുണ്ടാക്കുക, സഹോദരിമാർ തമ്മിൽ കുടുംബത്തിൽ കലഹമുണ്ടാക്കുക, അപ്പനും മക്കളും തമ്മിൽ കലഹിക്കുക, അപ്പനും മക്കളും കുടുംബത്തിൽ അമ്മയും മരുമക്കളും കൊച്ചുമക്കളും എല്ലാം കൂടെ കൂടി ഇന്ന് മദ്യപിക്കുക. ഇതെല്ലാം പിശാചിന്റെ പ്രവർത്തികളാണ്. അല്ലേലൂയ.
അപ്പൊ നിന്റെ കുടുംബത്തിനകത്ത് പിശാചിന്റെ പ്രവർത്തികളെ നീ തിരിച്ചറിയണം. ഒരു പേപ്പറും പേനയും എടുത്തു വെച്ചിട്ട് നിന്റെ കുടുംബത്തിന്റെ സ്വഭാവത്തെ പ്രഭാതം തൊട്ട് നീ എഴുതി വെക്കണം. എന്റെ ഭവനത്തിൽ ഇന്ന് എന്തെല്ലാം നടന്നു എന്നിട്ട് അത് വായിച്ചു നോക്കണം. അന്നേരം മനസ്സിലാകും പിശാച് ചെയ്ത പ്രവർത്തികളെല്ലാം അവിടെ എഴുതി വെക്കാൻ കഴിയും. എന്നെ കേൾക്കുന്ന മാതാപിതാ, നിന്റെ കുടുംബം സ്വർഗമായി മാറണമെന്ന്, ഒരു പർദീസൻ അനുഭവമായി മാറണമെന്ന് യേശു ആഗ്രഹിക്കുമ്പോൾ, ഹല്ലേലൂയ, നിന്റെ കുടുംബം നരകമായി മാറണമെന്ന് സാത്താൻ ആഗ്രഹിക്കുക. ഇന്ന് പകരം ഈ വചനം കേൾക്കും, നിങ്ങൾ പലരുടെയും കുടുംബം നരക സമാനമാണ്, നരകത്തിന് തുല്യമാണ്. ഹല്ലേലൂയ. അപ്പം നരകത്തിന് തുല്യമാണ് നിങ്ങളുടെ കുടുംബത്തിന്റെ അനുഭവങ്ങൾക്കകത്തു നിങ്ങൾ വിടിവിക്കപ്പെട്ട് പുറത്തു വരണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ നിങ്ങളുടെ ജഡത്തിന്റെ അശുദ്ധിയെ നീക്കിക്കളയണം, പാപ സ്വഭാവങ്ങളെ നീക്കിക്കളയണം, വിശുദ്ധിയെ തികയ്ക്കണം. അതാണ് 2 കൊരിന്ത്യർ ലേഖനം 7:1 വായിച്ച കാണുന്നുണ്ട്. ജഡത്തിലെ ആത്മാവിലെ സകല കന്മഷവും നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ജഡത്തിലും ആത്മാവിലും എന്തുണ്ട്? അഴുക്കുണ്ട്, മാലിന്യങ്ങളുണ്ട്. അല്ലേരി അതിനെയെല്ലാം നീക്കിക്കളഞ്ഞിട്ട് വിശുദ്ധ ജീവിതം നയിക്കണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങൾ വിശുദ്ധനായിരിക്കണമെന്ന് 1 പത്രോസ് ലേഖനം അല്ലെങ്കിൽ സ്തോത്രം അല്ലെങ്കിൽ 1:16 വായിക്കുന്നുണ്ട്. അപ്പൊ യേശു വിശുദ്ധനാണ്, ദൈവപുത്രൻ വിശുദ്ധനാണ്, പിതാവായ ദൈവം വിശുദ്ധനാണ്. ഒരു വിശുദ്ധനെ മാത്രമേ ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയത്തുള്ളൂ. ഒരശുദ്ധനും അവിടെ പ്രവേശിക്കത്തില്ലെന്ന് വെളിപ്പാട് പുസ്തകമൊക്കെ വായിക്കുവാൻ കാണുന്നുണ്ട്. അശുദ്ധിയിൽ ജീവിക്കുന്നവനും മദ്യപിക്കുന്നവനും കുലപാതകം ചെയ്യുന്നവനും വെറുക്കുത്ത് നടക്കും ദുഷ്കർമ്മം ചെയ്യും ദുർദർപ്പം ചെയ്യുന്നവനും വ്യഭിചാരിക്കും കുലപാതകനും ഒരു ദുഷ്കർമ്മിക്കും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല. അവൻ അനുഭവിക്കുന്ന നരകയാതനയായിരിക്കും. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിങ്ങളെ നരകാഗ്നിയിലേക്ക്, നരകക്കടലിലേക്ക് പോകാതെ ഈ ഭൂമിയിൽ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ സുബോധത്തിന്റെ ആത്മാവിലേക്ക് മടങ്ങി വന്ന് പാപങ്ങളെ ഏറ്റുപറയണം. ഹല്ലേലൂയ. ക്രൂശിലെ രക്തത്താൽ നിങ്ങളെ കഴുകി ശുദ്ധീകരിക്കണം. നിങ്ങൾ മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. അതുകൊണ്ട് പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് പിതാവായി ദൈവം തന്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചത് പാപത്തിൽ വീൺകിടക്കുന്ന മനുഷ്യന്റെ കെട്ടുകളഴിച്ച്, പാപത്തിന്റെ കെട്ടുകളഴിച്ച്, ശാപങ്ങൾ നീക്കി, രോഗങ്ങളെ നീക്കി നിന്നെ സ്വതന്ത്രമായി അല്ലെങ്കിൽ പർദീസയുടെ അനുഭവത്തിൽ നിന്നെ നിർത്തുവാനാ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശുക്രിസ്തുവിലൂടെ മാത്രമേ ഒരു മനുഷ്യനെ രക്ഷ പ്രാപിപ്പാൻ കഴിയുള്ളൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, നിങ്ങളെ പിശാച് ഭ്രാന്തന്മാരാക്കി മാറ്റും. പിശാച് നിങ്ങളെ ഭ്രാന്തന്മാരാക്കി മാറ്റും. ചില ആളുകൾ മയക്കുമരുന്ന് അടിച്ചു കഴിഞ്ഞാൽ, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഭ്രാന്തന്മാരെക്കാൾ തുല്യമാണ്, ഭ്രാന്തന്മാർക്ക് തുല്യമാണ്. ചില ഭവനത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ വെച്ച ആഹാരം അല്ലെങ്കിൽ വീട്ടിൽ മക്കൾക്ക് കഴിക്കാൻ, ഭാര്യയ്ക്ക് കഴിക്കാൻ വെച്ച ആഹാരവും പാത്രമൊക്കെ എടുത്തെറിയുന്നത് കാണാൻ കഴിയും. അല്ലീയ. കുടുംബത്തിനകത്ത് കലഹം സൃഷ്ടിക്കും അവിടുത്തെ വലിയ കുടുംബനാഥന്മാർ, സഹോദരിമാരൊക്കെ. അങ്ങനെ കലഹം. ഒരിക്കലും ഞങ്ങളൊരു വീട്ടിൽ കടന്നു നിന്ന്, അന്നെന്റെ വൈഫുണ്ട്, ഞങ്ങൾ രണ്ടും കൂടെ വീട്ടിൽ കടന്നു നിന്നപ്പം ആ വീട്ടിലെ സഹോദരൻ നെറ്റിക്ക് പുരിയത്ത് വലിയൊരു മുറിവിന്റെ പാട്, ചോര ഒലിച്ചുകൊണ്ടിരിക്കുക. അത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങളുടെ നെറ്റിയുടെ പുരിയ മുറിഞ്ഞത്? അപ്പൊ അവര് പറഞ്ഞു, ചുമരിന്മേൽ ഇടിച്ചതാ. ഞാൻ പറഞ്ഞു, ചുമരിന്മേൽ ഇടിച്ച മുറിവാണെങ്കിൽ ഇതിങ്ങനെ കത്തി കൊണ്ട് പൂളുന്നത് പോലെ വരത്തില്ല. അല്ലെങ്കിൽ ചുമരിന്മേൽ ഇടിച്ച് മുറിയുന്ന ചതവുകളുണ്ട്, അത് തന്നെയല്ല ആ മുറിവ് കാണുമ്പോൾ അറിയാം. പക്ഷെ നിങ്ങളുടെ നെറ്റിയിലെ മുറിവ് ചുമരിന്മേൽ ഇടിച്ചതല്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അവർ കുറെ നേരം എന്നെതിരെ വാദിച്ചെങ്കിലും പിന്നീട് ഞാൻ ചോദിച്ചപ്പോൾ സത്യം പറഞ്ഞു. സത്യം പുറത്തു വന്നപ്പോ എന്താണ്? ചോറുണ്ടുകൊണ്ടിരുന്ന പാത്രം ഭാര്യ എന്തോ പറഞ്ഞതിന്റെ പേരിൽ ഭർത്താവ് എടുത്തെറിഞ്ഞതാ, കറക്കി എറിഞ്ഞ ആ പ്ലേറ്റ് ചെന്ന് ഭാര്യയുടെ പുരികത്ത് കൊണ്ടു കത്തി കൊണ്ട് കീറുന്നത് പോലെ കീറി. അപ്പൊ ഞങ്ങൾ നോക്കി, ഈ ഭർത്താവ് എന്നിട്ട് കസേരയിൽ കാലിന്മേൽ കാര്യമൊക്കെ കയറ്റി വെച്ച് പുള്ളിക്കൊരു കൂസലും ഇല്ലാതിരിക്കുക. അല്ലേ? പിശാചിന്റെ പ്രവൃത്തി കുടുംബത്തിൽ. അപ്പൊ ഞാനവിടെ പറഞ്ഞു, നിങ്ങൾ പെട്ടെന്ന് പോയി നിങ്ങളെ മുറിവ് സ്റ്റിച്ച് ഇടണം, നിങ്ങളുടെ കണ്ണിന്റെ പോളയ്ക്ക് പുരിയത്തിന് കൊണ്ട അത് സ്റ്റിച്ച് ഇടണം, കുത്തിക്കെട്ടാനുള്ളതുണ്ട്. അങ്ങനെ അവർ ആശുപത്രിയിൽ പോയി. എന്ന് പറഞ്ഞാൽ കുടുംബത്തിനകത്ത് പിശാചിന്റെ പ്രവൃത്തികൾ കുടുംബനാഥന്മാരിൽ കൂടെ വെളിപ്പെടും, കുടുംബനാഥയുടെ ജീവിതത്തിൽ മക്കളിലൂടെ വെളിപ്പെടും. അല്ലേലിയ. അപ്പൊ നിന്റെ ഉള്ളിൽ പ്രവേശിച്ചിരിക്കുന്ന സാത്താനെ നീ പുറത്താക്കണം. അല്ലേലിയ. നിന്റെ ഉള്ളിൽ പ്രവേശിക്കുന്ന പൈശാചിക ശക്തികളെ നീ പുറത്താക്കണം. അല്ലേലിയ. കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നീ കഴുകല് പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിച്ച്
നിത്യജീവന്റെ അവകാശിയായി ഈ ഭൂമി നീ സന്തോഷത്തോടെ ജീവിക്കണം. രക്തം ചെയ്യും, പാപം നിന്റെ ഉള്ളിൽ പ്രവേശിക്കരുത്. ലേരിയ. അപ്പം പിശാച് ചിലരേക്ക് എന്ത് ചെയ്യും? ഭ്രാന്തന്മാരാക്കി മാറ്റും. ഭ്രാന്തന്മാരെ കുടുംബത്തിൽ ഭ്രാന്തന്മാരാക്കി മാറ്റും, ജോലി സ്ഥലത്ത് ഭ്രാന്തന്മാരാക്കി മാറ്റും. ലേരിയ. നിങ്ങൾ ജോലി ചെയ്യുന്ന ഓഫീസിൽ നിങ്ങൾക്കെതിരെ ചില ഭ്രാന്തന്മാർ എഴുന്നേൽക്കും. ലേരിയ. നിങ്ങളുടെ ആലയത്തിൽ നിങ്ങൾ പ്രാർത്ഥനാ സമയത്ത് നിങ്ങൾക്കെതിരെ ചില ഭ്രാന്തന്മാർ നിനക്കെതിരെ വിരച്ചുണ്ടാൻ സാധ്യതയുണ്ട്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്നെ കേൾക്കുന്ന മാതാവേ, മാനസാന്തര പിശാച് നിങ്ങളെ ഭ്രാന്തന്മാരാക്കി മാറ്റരുത്. എന്നാൽ ദൈവമക്കളായി നിങ്ങൾ പിശാചിനെ കരുതി നിങ്ങൾ കലങ്ങുകയോ ഭയപ്പെടുകയോ ചെയ്യേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ കർത്താവിന്റെ വശത്ത് നിൽക്കുകയാണെങ്കിൽ, നിങ്ങൾ ഈ പിശാചിന്റെ പ്രവർത്തികളെ കണ്ടിട്ട്, സാത്താന്റെ പ്രവർത്തികളെ കണ്ട് നിങ്ങൾ കലങ്ങി മറിയേണ്ട കാര്യമില്ല. എന്തുകൊണ്ടെന്നാൽ യേശു നിന്നെ വീണ്ടെടുത്തത് കൊണ്ട്, യേശു നിന്നെ വീണ്ടെടുത്ത് ഉറപ്പ് നിനക്കുണ്ടെങ്കിൽ, നീ കർത്താവായ യേശു ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ, ശുദ്ധീകരണം പ്രാപിച്ച വ്യക്തിയാണെങ്കിൽ, പാപത്തിന് പരിഹാരം വരുത്തിയ വ്യക്തിയാണെങ്കിൽ, നീ സാത്താനെ ഭയപ്പെടണ്ട, പിശാചിന്റെ തന്ത്രങ്ങളെ നീ ഭയപ്പെടണ്ട. അല്ലെ, യേശു നിങ്ങളോട് കൂടെ ഇരിക്കുന്നു. അല്ലേലിയ. അപ്പൊ യേശു നിങ്ങളോട് കൂടെ ഇരിക്കുന്നത് കൊണ്ട് പിശാചിന് നിങ്ങളെ ഒന്നും ചെയ്യുവാൻ കഴിയില്ല. യേശു നിങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പൗലോസ് കൊരിന്ത്യ സഭയോട് പറയുന്നത്, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. അതേ സ്നേഹിത, സാത്താന്റെ തന്ത്രങ്ങളെ നീ മനസ്സിലാക്കണം. പ്രൈസ്. ഇന്ന് പകരം ഈ വചനം കേട്ടുകൊണ്ട് ശ്രോതാക്കളോട്, ഈ വചനം കേൾക്കുന്ന ഈ നല്ലൊരു ശതമാനം ജനങ്ങളും, ഒരുപക്ഷെ നിങ്ങൾ വിശ്വാസത്തിന്റെ പേരിൽ നിൽക്കുന്ന വിശ്വാസിയുടെ വീടായിരിക്കാം, ഒരുപക്ഷെ അവിശ്വാസത്തിൽ നിൽക്കുന്ന ഒരു ദൈവവിശ്വാസമില്ലാത്ത ഒരു വ്യക്തിയായിരിക്കാം. ആരുമാകട്ടെ, നിങ്ങളുടെ കുടുംബത്തിനകത്ത് കലക്കമുണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഇടർച്ചകൾ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിനകത്ത് വെല്ലുവിളികൾ, പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ, അതെല്ലാം പിശാചിന്റെ പ്രവൃത്തികളാണ്. അല്ലേലിയ. അപ്പനും മക്കളും തമ്മിൽ ഛിദ്രിക്കുന്നുണ്ടെങ്കിൽ, കലക്കമാണെങ്കിൽ അവിടെയും പിശാചിന്റെ പ്രവൃത്തികളാണ്. കുടുംബത്തിനകത്തെ അമലിയ കുടുംബ സ്വത്തുകൾ, കുടുംബ വീതങ്ങൾ ഭാഗം വെക്കുമ്പോൾ, ഭാഗോടമ്പടി ചെയ്യുമ്പോൾ, മാതാപിതാക്കളും മക്കളും തമ്മിൽ കലഹിക്കും. ലേരിയ. വീതത്തിന് വേണ്ടി പ്രശ്നം ഉണ്ടാക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കും. ഇതെല്ലാം പിശാചിന്റെ പ്രവൃത്തികളാണ്. ലേരിയ. അപ്പൊ നിന്നിൽ എത്രമാത്രം പിശാച് ആധിപത്യം നടത്തുന്നതിന്റെ പ്രാണനിൽ പിശാച് എത്രമാത്രം അധികാരം നടത്തുന്നുവെന്ന് നീ തിരിച്ചറിയണം. ലേരിയ. സ്തോത്രം. ഉടനെ കേൾക്കുന്ന മറ്റുള്ളവനെ നുണ പറയുന്നത്, മറ്റുള്ളവനെ പരിഹസിക്കുന്നത്, മാന്യമായി ജീവിക്കുന്ന മനുഷ്യനെ കുറിച്ച് മാനാപമാനങ്ങൾ പറഞ്ഞ് അവനെ അപവാദ കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്ന നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് പിശാചിന്റെ പ്രവൃത്തികളാണ്. ജാതി പറയുന്നതും, ജാതി ചോദിക്കുന്നതും, ജാതിയുടെ പേരിൽ മറ്റൊരു അടിച്ച് ഒതുക്കുന്നതും പിശാചിന്റെ പ്രവൃത്തിയാണ്. നീ പാരമ്പര്യം പറയുന്നതും, നിന്റെ സമ്പത്തുകളുടെ വർണ്ണന പറയുന്ന നിറത്തിന്റെ പേരിലും നിറത്തിന്റെ പേരിലും മലയും ഒക്കെ നീ പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ, അതെല്ലാം പിശാചിന്റെ പ്രവൃത്തിയാണ്. നിന്നെ പോലെ തന്നെ നിന്റെ സഹോദരനെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അതെല്ലാം പിശാചിന്റെ പ്രവൃത്തികളാണ്. നിന്നെ പോലെ തന്നെ നിന്റെ സഹോദരനെ സ്നേഹിക്കണം. അല്ലേലിയ. അല്ലെങ്കിൽ നിന്നിൽ വ്യാപരിക്കുന്ന സാത്താന്റെ ശക്തിയാണ്. നിന്റെ പ്രാണന്റെ അധികാരം നടന്ന പിശാചാ. ലേരിയ. അപ്പൊ യേശു പറഞ്ഞത് നിന്നെ പോലെ നിന്റെ സഹോദരനെ സ്നേഹിക്കണമെന്നാണ്. അതിന് നിനക്ക് കഴിയുന്നില്ലെങ്കിൽ നീ ദൈവസനെ സമർപ്പിച്ചു കൊടുക്കണം. അതെ, പിശാചിന്റെ പ്രവൃത്തികളെ അടിപ്പം തന്നെ ദൈവോത്തരം പ്രത്യക്ഷ എന്ന് പറയുമ്പോൾ, നിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന പൈശാചികമായ ശക്തികളെ നീക്കിക്കളഞ്ഞ് നിന്നെ സ്വതന്ത്രമാക്കിയെടുത്ത് ക്രിസ്തുവിന്റെ രക്തത്താൽ, ആ പുണ്യാഹ രക്തത്താൽ നിന്നെ കഴുകി വെടിപ്പാക്കിയെടുക്കുവാൻ യേശു ആഗ്രഹിക്കുന്നു. അത് നിന്നെ കഴുകി വെടിപ്പാക്കിയെടുക്കുവാൻ യേശുവിന്റെ രക്തത്തിലൂടെ മാത്രമേ കഴിയുള്ളൂ. നീ എപ്പോൾ യേശുവിന് വേണ്ടി നിന്റെ ഹൃദയം വിട്ടുകൊടുക്കുന്നു, എപ്പോൾ നീ യേശുവിന് വേണ്ടി നിന്നെ സമർപ്പിച്ചു കൊടുക്കുന്നു, ആ സമയത്ത് നീ ക്രിസ്തുവിൽ സ്വതന്ത്രമായി മാറും. അല്ലേലൂയ. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവി പിതാവി മടങ്ങി വരണം. അല്ലേലൂയ. അപ്പൊ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ വെച്ച് ശത്രുവാകുന്ന പിശാചിനെ പരാജയപ്പെടുത്തി അവന്റെ തലയെ തകർത്തു. അവന്റെ മേൽ നിങ്ങൾക്ക് അധികാരം നൽകി. അല്ലേലൂയ. സ്തോത്രം. അപ്പം യേശു എന്ത് ചെയ്തു? കാൽവരി ക്രൂശിൽ വെച്ച് പിശാചിന്റെ അല്ലേലൂയ തലയെ തകർത്തു, അവരെ പരാജയപ്പെടുത്തി. എന്നിട്ട് നിങ്ങൾക്ക് അധികാരം തന്നു. അല്ലേലൂയ. അതുകൊണ്ടാണ് 1 പത്രോസ് ലേഖനം 5-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. ഹല്ലേലൂയ. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദര വർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി
എന്ന് അറിഞ്ഞ് വിശ്വാസത്തിന്റെ സ്ഥിരതയുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പിൻ. അതെ, പിശാചിനോട് നിങ്ങൾ എതിർത്ത് നിൽക്കണം. നിങ്ങളുടെ പ്രതിയോഗിയായി പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് തിരഞ്ഞ് ചുറ്റി കിടക്കുക. അവൻ നിന്നെ തന്ത്രങ്ങളിൽ കൊടുക്കും. അല്ലേലിയ. നിങ്ങൾ ഇതിനെ പിശാചിനോട് എതിർത്ത് നിൽക്കണം. അല്ലേലിയ. നിങ്ങൾ പിശാചിനോട് എതിർത്ത് നിൽക്കുകയും ദൈവത്തിന് കീഴടങ്ങുകയും ചെയ്യണം. അല്ലേലിയ. പിശാചിനോട് എതിർത്ത് നിൽക്കുമ്പോൾ തന്നെ എന്നെ കേൾക്കുന്ന സഹോദര, നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങണം. യാക്കോബ് പറയുക, യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം, അല്ലേലിയ, അതിന്റെ 7-ാമത്തെ വാക്യം വായിക്കും. ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ആകിയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അപ്പൊ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങണം. അല്ലേലിയ. പിശാചിനോട് നിങ്ങൾ എതിർത്ത് നിൽക്കണം. അല്ലേലിയ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലോകത്തെ ജയിക്കാൻ കഴിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യൻ കർത്താവ് യേശുക്രിസ്തുവിന്റെ വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ, ഒരു മനുഷ്യൻ കർത്താവ് യേശുക്രിസ്തുവിന്റെ നിത്യജീവനെ പ്രാപിക്കുമ്പോൾ, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിന്റെ രക്തത്തെ കല്ലുകൾ ശുദ്ധീകരണം പ്രാപിച്ചെന്നുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലേക്ക് നീ വരുമ്പോൾ നിനക്ക് കർത്താവ് ചില അധികാരങ്ങൾ നൽകുന്നുണ്ട്. ആ അധികാരം എന്ന് പറയുന്നത് ലൂക്കോസിന് വിശേഷം 10-ാം അധ്യായം 19-ാം വാക്യം വായിക്കുന്ന പോലെ പാമ്പുകളിൽ തേളുകളിൽ ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുമുള്ള അധികാരം കർത്താവ് നിനക്ക് തരിക. അങ്ങനെ കർത്താവ് നിനക്കൊരു അധികാരം തന്നു കഴിഞ്ഞാൽ അതുവരെ നിന്റെ പ്രാണനിൽ അധികാരം നടത്തി പിശാചിന്റെ വിട്ടോടിപ്പോകും. എന്റെ ഏരിയ എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നിന്നിൽ പിശാച് അധികാരം നടത്തുന്നുണ്ടോ? എന്നെ കേൾക്കുന്ന യുവാക്കന്മാരുടെ ചോദിക്കട്ടെ, എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാർ ചോദിക്കട്ടെ, നിന്റെ പ്രാണനിൽ പിശാച് അധികാരം നടത്തുന്നുണ്ടോ? നിന്റെ പ്രാണനിൽ പിശാച് അധികാരം നടത്തുന്നുകൊണ്ടാണ് നിന്റെ കയ്യിലിരിക്കുന്ന മൊബൈലിനകത്തെ സകല അശ്ലീലമായ ചിത്രങ്ങൾ നീ കാണുന്നത്. എന്റെ ഏരിയ നിന്റെ പ്രാണനിൽ പിശാച് അധികാരം നടത്തുന്നതുകൊണ്ടാണ് നീ സകല വെറുക്കൂത്തിന്റെ മുമ്പിലും പോയിരിക്കുന്നത്, സിനിമാ ശാലകളിൽ പോയിരിക്കുന്നത്, ടിവിയുടെ മുമ്പിൽ ഇരിക്കുന്ന റിയാലിറ്റി ഷോയും കോമഡി ഷോയും ഒക്കെ കാണുന്നത്. അല്ലേ എളിയ? പിശാച് നിന്റെ പ്രാണനിൽ അധികാരം നടത്തുന്നുകൊണ്ടാണ്. ദൈവമക്കളെ അപമാനിക്കുന്ന ഒരുപാട് കോമഡിക്കാരിറങ്ങിയുണ്ട്. ദൈവമക്കൾക്ക് ദൈവം കൊടുത്ത അന്യഭാഷകൾ കോപ്പിയടിച്ച് കാണാതെ പഠിച്ചിട്ട് അന്യഭാഷകൾ പറഞ്ഞ് ദൈവമക്കളെ കളിയാക്കുന്ന അപമാനിക്കുന്ന ഒരുപാട് കോമാളി വേഷം കെട്ടുന്ന കോമഡിക്കാരുണ്ട്. അവരും പിശാച നടത്തുന്നേ. അവന്റെ പ്രാണന്റെ അധികാരവും പിശാച നടത്തുന്നേ. അതുകൊണ്ടാണ് അവൻ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന വിധത്തിലൂടെ പരിശുദ്ധാത്മാവ് വിരോധമായി സംസാരിച്ചവൻ പണമുണ്ടാക്കുക. എന്നെ കേൾക്കുന്ന കോമഡിക്കാരുടെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന പെന്തക്കോസുകാർ ആരാണ്? കോപ്പിയടിച്ച് അഭിഷേകം കോപ്പിയടിച്ച് അന്യഭാഷ കോപ്പിയടിച്ച് അവരെ അപഹേളിക്കുന്ന അപമാനിക്കുന്നവരോട് പറയട്ടെ, ദൈവത്തിന്റെ ന്യായവിധി നിന്റെ മുമ്പിൽ വെളിപ്പെടാൻ സമയമായി. അങ്ങനെ പറഞ്ഞിട്ടുള്ള പലരും ദൈവത്തിന്റെ ന്യായവിധി അകപ്പെട്ടിരുന്ന അവർ ഭൂമുഖത്ത് പോലും ഇല്ലെന്ന് നീ ഓർക്കണം കേട്ടോ. നിനക്കും വരാൻ പോകുന്ന ദൈവത്തിന്റെ ന്യായവിധി. അല്ലേലിയ. അപ്പൊ നിന്റെ പ്രാണനിൽ സാത്താൻ ആധിപത്യം നടത്തുന്നു. അല്ലേലിയ. നിന്റെ പ്രാണനിൽ സാത്താൻ ആധിപത്യം നടത്തുന്നു. നിനക്ക് രാത്രി ഇതിന്റെ വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയത്തില്ല. ചിലർക്ക് രാത്രികാലങ്ങളിൽ വീട്ടിൽ കിടന്നാൽ ഉറങ്ങാൻ പറ്റത്തില്ല. അവർക്ക് വീട് വിട്ട് മറ്റു വീടുകളിൽ പോയി കിടക്കണം. വീട് വിട്ട് മറ്റു വീടുകളിൽ പോയി കിടക്കണം. സ്വന്തം വീടുണ്ട്, സ്വന്തം സ്വന്തം കിടക്കാനുള്ള സ്ഥലമുണ്ട്. ചിലർ വീട്ടിൽ കിടക്കത്തില്ല. അവർ രാമത്തിൽ ഇരുട്ട് തപ്പി നടക്കുക, ഇരുട്ട് തപ്പി മറ്റു വീടുകൾ അന്വേഷിച്ചു പോവുക. അത് അവന്റെ സ്വഭാവത്തിനകത്ത് വരുന്ന സാത്താന്റെ തന്ത്രമാണ്. അതൊരു പക്ഷെ പിടിച്ചുപറിയായിരിക്കാം, മോശമായിരിക്കാം, അശുദ്ധമായ ജീവിതമായിരിക്കാം, ദുർനടപ്പിന്റെ ഏതെങ്കിലും വകുപ്പുകളായിരിക്കാം, ആർക്കെങ്കിലും ദോഷം ചെയ്യാനുള്ള പ്രവർത്തികളായിരിക്കാം. രാത്രിയിലെ ജോലി എന്ന് പറയുന്ന ഇരുട്ടിന്റെ പ്രവൃത്തിയാണ്. ഇരുട്ടിന്റെ പ്രവൃത്തി, ഇരുളിന്റെ മറവിൽ നീ ചെയ്യുന്നതെല്ലാം സാത്താന്റെ പ്രവൃത്തിയാണ്. ലേരിയ. ഇരുളിന്റെ മറവിൽ നീ എന്തെല്ലാം ചെയ്യുന്നുണ്ടോ അതെല്ലാം പിശാച നിന്നെ കണ്ട് ജയിപ്പിക്കുന്നത്. അല്ലേരിയ. സഹോദരൻ, നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. സഹോദരി, നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. യുവാവി, നീ യുവതിയെ നീ മാനസാന്തരം മടങ്ങുക. യവനക്കാരോട് പറയട്ടെ, നീ മാനസാന്തരം മടങ്ങുക. ഇല്ല, നിന്റെ ജീവിതം കട്ടപ്പോകയെന്ന് പറയില്ലേ എന്ന് പറഞ്ഞ പോലെ നിന്റെ ജീവിതം നരകക്കടലിലേക്ക് പോകും, നരകാഗ്നിയിലേക്ക് പോകും. അവിടെ നിനക്ക് കൂട്ടുകാർ സാത്താനും അവന്റെ കിങ്കരന്മാരുമായിരിക്കും. അവിടുത്തെ അനുഭവങ്ങൾ കെടാത്ത തീയും ചാകാത്ത പുഴുവുമായിരിക്കും. ഒരിക്കൽ പോലും നിനക്ക് സമാധാനം കിട്ടത്തില്ല. നീ മരിച്ച് നിന്റെ ആത്മാവ് നരകക്കടലിൽ യാതന സ്ഥലത്ത് പാതാളത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നിന്നെ പുറത്തേക്ക് കൊണ്ടുവരുവാൻ ഉലകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. ശരിയ. അതുകൊണ്ട് നീ ഭൂമി ജീവനോടെ ഇരിക്കുമ്പോൾ പിശാചിന്റെ അധീനതയിൽ പിശാചിന്റെ അധികാരത്തിൽ വീണുപോകാതെ ദൈവാത്മാവിനെ അനുസരിക്കണം.
പരിശുദ്ധാത്മാവിനെ അനുസരിക്കണം, യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. അപ്പൊ സാത്താന്റെ ആധിപത്യം നിങ്ങൾ വിടിവിക്കപ്പെട്ട് ക്രിസ്തുവിന്റെ ആധിപത്യത്തിലേക്ക് വരണം. അതിന് നിങ്ങൾ യേശുവിനെ സ്വന്തം രക്ഷിതാംബിതമായി ശീലിക്കണം. റോമാലേഖനം 10:9. യേശുവിനെ വായു കൊണ്ട് ഏറ്റുപറയുകയും യേശുവിനെ വായു കൊണ്ട് ഏറ്റുപറയണം. ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. നീ ആരായിരുന്നാലും ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായു കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നുവെന്ന് അതേ മാനസാന്തരത്തിന്റെ വചനം നീ ഏറ്റുപറയണം. യേശുവിനെ സ്വന്തം രക്ഷിതാംബിതമായി സ്വീകരിക്കണം. അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം തന്നു ചേർത്ത് യോഹന്നാന്റെ സുവിശേഷം 1:12 നീ വായിച്ച് ക്രിസ്തുവിൽ നീ ജീവിക്കണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ ക്രിസ്തുവിൽ ജീവിക്കണം. ക്രിസ്തുവിൽ നീ ജീവിക്കണം. ക്രിസ്തുവിൽ നിന്റെ ജീവിതം അധിഷ്ഠിതമായി മാറണം. ക്രിസ്തുവിന് വേണ്ടി നീ സമർപ്പിക്കപ്പെടണം. ഹല്ലേലൂയ. അവിടെ ദൈവത്തിന് ലോകത്തിലുള്ളവനേക്കാൾ നിങ്ങളിൽ ഇടിക്കുന്നവൻ അതിശ്രേഷ്ഠനാ. യോഹന്നാൻ പറയുന്നുണ്ട്, ലേഖനത്തിൽ വായിക്കും, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ അതിശ്രേഷ്ഠന. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. സാത്താന്റെ പ്രേരണയാൽ മനുഷ്യൻ നിങ്ങൾക്ക് വിരോധമായി ദൂഷണം പറഞ്ഞാലും ഭോഷ്ക് പറഞ്ഞാലും നിങ്ങളതിൽ കലങ്ങിപ്പോകരുത്. സാത്താന്റെ പ്രേരണയാൽ നിങ്ങൾക്കെതിരെ എന്ത് ഭോഷ്ക് പറഞ്ഞാലും നിങ്ങൾ കലങ്ങിപ്പോകരുത്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു സഹോദരിയോട് സംസാരിച്ചപ്പോൾ, എന്റെ ചർച്ച ചെയ്ത സഹോദരിയാണ്. ആ സഹോദരിയോട് സംസാരിച്ചപ്പോൾ ആ സഹോദരിനോട് നമ്മുടെ ചർച്ചിൽ നിന്ന് വിട്ടുപോയ സഹോദരൻ പാസ്റ്ററെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്നല്ലോ. എന്നിട്ട് ആ സഹോദരി പാസ്റ്റൊന്നും പിന്നീട് ദൈവം ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. ആ സഹോദരിക്ക് അത്രയെങ്കിലും ബോധം വന്നു. അത് എന്നെ കേൾക്കുന്ന സ്നേഹിത, നിന്നെക്കുറിച്ച് ഭോഷ്ക് പറയുമ്പോൾ, അപവാദം പറയുമ്പോൾ, പരിഹാസം പറയുമ്പോൾ നീ കലങ്ങിപ്പോകണ്ട. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധ ജീവിതം നയിക്കുന്ന നിനക്കെതിരെ പിശാച്, നിനക്കെതിരെ ഏത് വ്യക്തി ആക്രമണം അഴിച്ചുവിട്ടാലും അവനവന്റെ തലമുറയും അനുഭവിക്കും. അല്ലേ, നമ്മൾ കണ്ടുവരുന്ന കാര്യമാണ് രക്തം ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പിശാചിനെ കണ്ട് ഭാരപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ കൈമേൽ കർത്താവ് പിടിച്ചിട്ടുണ്ട്. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്റെ കരങ്ങളിൽ ദൈവത്തിന്റെ കരം പിടിച്ചിട്ടുണ്ട്. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധൻ ദൈവകരങ്ങളിൽ സുരക്ഷിതരാ. കർത്താവ് യേശുവിനെ സ്വന്തം രക്ഷിതാംബിതമായി സ്വീകരിച്ചു കഴിയുമ്പോൾ ആ വ്യക്തി കർത്താവിന്റെ ഉള്ളം കരങ്ങളിലാണ്. ദൈവർക്ക് തീമതിലും കോട്ടയുമാണ്. ദൈവം തന്റെ ഭക്തന്മാർക്ക് വേലികെട്ടി സൂക്ഷിച്ചിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന മാതാവ്, നീയും നിന്റെ കുടുംബം സ്വതന്ത്രമായി കർത്താവിനെ അനുഗ്രഹിക്കപ്പെടണം. ഇപ്പോൾ നിന്റെ കുടുംബത്തിൽ നിലനിൽക്കുന്ന എല്ലാ ശാപങ്ങളും പാപങ്ങളും രോഗങ്ങളും ബന്ധനങ്ങളും എല്ലാ ദേശത്തിന്റെ ശക്തികളും നീ അഴിച്ചു മാറ്റണം. അത് നീ സ്വതന്ത്രമായി വരണം. അപ്പോൾ നിന്റെ കുടുംബത്തിന്റെ ബന്ധനങ്ങളെ അഴിക്കുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. നിങ്ങൾ കടന്നു പോകുന്ന സകല ബന്ധനത്തിൽ നിങ്ങൾക്ക് വിടുതൽ പ്രാപിപ്പാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയൂ. അതുകൊണ്ടാണ് യേശു സ്നേഹിച്ച അപ്പോസ്തലൻ യോഹന്നാൻ പറഞ്ഞത്, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. അതെ, കർത്താവ് യേശുവിന്റെ കാൽവരി ക്രൂശിലെ മരണത്തിലൂടെ പിശാചിന്റെ തലയെ തകർത്ത് ജയോത്സവം കൊണ്ടാടി. ഹല്ലേലൂയ. പാതാളത്തെയും മരണത്തെയും യേശു ജയിച്ചു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാ, നിന്റെ ഹൃദയം കലങ്ങിപ്പോകരുത്. അപ്പൊ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളെ കലക്കുന്നവൻ ആരായാലും ശിക്ഷ ചുമക്കുമെന്ന് ഗലാത്യലേഖനം 5:10 വായിക്കുന്നുണ്ട്. പൗലോസ് വിശ്വാസികൾക്ക് വേണ്ടി പിശാചിന്റെ തന്ത്രങ്ങൾ എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടത് ദൈവത്തിന്റെ സർവായുധവർക്ക് ധരിപ്പാൻ എഫെസ്യ ലേഖനം 6:15 നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളെ കലക്കുന്നവൻ, നിങ്ങളെ പരിഹസിക്കുന്നവൻ, നിങ്ങളെ ദുഷിക്കുന്നവൻ, നിങ്ങളുടെ തന്ത്രമേനയും നിങ്ങളുടെ ആഭിചാര മാത്രമായ ക്ഷുദ്രങ്ങൾ ചെയ്യുന്നവൻ, നിങ്ങൾക്കെതിരെ ഭോഷ്ക് പറയുന്ന, നിങ്ങൾക്ക് കളവ് പറയുന്നവൻ, നിങ്ങളെ പരിഹസിക്കുന്നവൻ ശിക്ഷാവിധി ചുമക്കും. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ച് ദൈവത്തിന്റെ പക്ഷത്ത് നിന്നാ മതി. ഹല്ലേലൂയ. നിന്നെ പരിഹസിക്കുന്നവരുടെ ശിക്ഷാവിധി ദൈവമാണ് നടത്തുന്നത്. ഹല്ലേലൂയ. റോമലേഖനം 16:20 സമാധാനത്തിന്റെ ദൈവമായി വേഗത്തിൽ സാത്താൻ നിന്റെ കാൽ കീഴെ ചതച്ചു കളയും. അതെ, നീ വിശുദ്ധിയുടെ ഭാഗത്ത് നിൽക്കുകയാണെങ്കിൽ, വിശുദ്ധിയിൽ നീ ജീവിക്കുകയാണെങ്കിൽ സമാധാനത്തിന്റെ ദൈവം വേഗത്തിൽ സാത്താൻ നിന്റെ കാൽ കീഴെ ചതച്ചു കളയും. അതൊരു അധികാരം ദൈവം നിനക്ക് കൈമാറുകയാണ്. അപ്പം സാത്താനെ വേഗത്തിന്റെ കാൽ കീഴെ ചതച്ച് കളയുമെന്ന് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ എഴുന്നേൽക്കും. പ്രൈസലോ. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിന്റെ കുടുംബത്തോട് വ്യാപരിക്കുന്ന പൈശാചിക ശക്തികൾക്കെതിരെ യുദ്ധം ചെയ്യുവാൻ യേശു നിനക്ക് വേണ്ടി എഴുന്നേൽക്കും. പ്രൈസലോ.
യേശു നിനക്ക് വേണ്ടി എഴുന്നേറ്റ നിന്നെ അവൻ തകർക്കുവാൻ ഉലകത്തിൽ ഒരു പൈശാചിക ശക്തിക്കും കഴിയില്ല. ലോകരാജ്യങ്ങൾ ഒന്നടങ്ങ് എഴുന്നേറ്റ് നിനക്കെതിരെ നിന്നാലും, ഈ ലോകം മുഴുവൻ നിനക്ക് പ്രതികൂലമായിരുന്നാലും, നീ ദൈവപക്ഷത്ത് നിൽക്കുന്നവനാണെങ്കിൽ, വിശുദ്ധിയിൽ നിൽക്കുന്നവനാണെങ്കിൽ, ഒരു പൈശാചിക ശക്തിക്ക് നിന്നെ തകർക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ദൈവത്തിന്റെ മുമ്പിൽ അല്ലെ നല്ല മനസ്സുള്ളവരായി, ശുദ്ധ ഹൃദയമുള്ളവരായി, നിർമ്മല മനസ്സുള്ളവർ, നിർമ്മല ഹൃദയമുള്ളവരായി നിങ്ങൾ കർത്താവിന് മുമ്പിൽ നിൽക്കണം. രക്തം ചെയ്യും. പാപം നിങ്ങളുടെ ജീവിതത്തെ പ്രവേശിക്കരുത്. പാപം നിന്റെ ശരീരത്തിൽ കുടികൊള്ളാൻ നീ അവസരം കൊടുക്കരുത്. പാപത്തിന്റെ ദാസനായി നീ മാറരുത്. പാപത്തിൽ നിന്നെ വീഴ്ത്തുവാൻ പിശാചി ലോകമോഹങ്ങൾ തരുമ്പോൾ നീ അതിനെ കാമി വിട്ടോടിപ്പോകണം. പ്രൈസ്. നിന്റെ ജഡത്തെ നീ മലിനമാക്കരുത്. ജഡത്തെ നീ അശുദ്ധിക്ക് വിട്ടുകൊടുക്കരുത്. താൽക്കാലികമായ സുഖലോലുപത്തിന് വേണ്ടി നീ അശുദ്ധിയിൽ ചെന്ന് ചാടരുത്. ഈ താൽക്കാലികമായ സുഖത്തിന് വേണ്ടി നീ അശുദ്ധി ചാടരുതെന്ന് പറയുമ്പോൾ, താൽക്കാലിക സുഖങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെന്ന് ചാടുന്ന അശുദ്ധിയെ നീ തന്നെ മനസ്സിലാക്കിയാൽ മതി. താങ്കൾ തന്നെ മനസ്സിലാക്കിയാൽ മതി. അതേതാണ് നിങ്ങളെ അശുദ്ധമാക്കുന്ന നിങ്ങൾ തിരിച്ചറിഞ്ഞ് അതിൽ നിങ്ങൾ പുറത്തു വരണം. പ്രൈസറോ. മാനസാന്തരം നമുക്ക് ആവശ്യം മാനസാന്തരമാണ്. എന്നെ കേൾക്കുന്ന സ്നേഹിത, ഈ ലോകത്തിലെ ജനത്തിന് ആവശ്യം മാനസാന്തരമാണ്. മാനസാന്തരപ്പെട്ട് മടങ്ങി വരുന്നതിന് മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകനും യേശുക്രിസ്തു വിളിച്ചു പറഞ്ഞത്, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പാൻ വിളിച്ചു പറഞ്ഞത്. യോഹന്നാൻ സ്നാപകന്റെ ആദ്യത്തെ സുവിശേഷം സന്ദേശം യേശുക്രിസ്തു ഭൂമിയിൽ വിളിച്ചു പറഞ്ഞതൊക്കെ മാനസാന്തരപ്പെടണമെന്ന. അതെ, നീ മാനസാന്തരപ്പെട്ട് ദൈവസ്ഥലേക്ക് വന്ന് ക്രിസ്തുവിൽ ജയോത്സവമായ ജീവിതം നയിക്കണം. ഹല്ലേലൂയ. ഇവിടെ നിങ്ങൾ പിശാചിന് എഴുത്തത്ത് നിൽക്കുമ്പോൾ, ദൈവത്തിന്റെ സർവായുധവർക്കം ധരിച്ചുകൊണ്ട് നിങ്ങൾ നിൽക്കുമ്പോൾ, ആത്മാവിന്റെ വാളാകുന്ന വചനം നിങ്ങൾ കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് യുദ്ധം ചെയ്യുവാൻ തുടങ്ങും. ഹല്ലേലൂയ. പരാജയം പിശാചിനുള്ളതാ. പരാജയം ആർക്കുള്ളതാ? പിശാചിനുള്ളതാ. ജയജീവിതം നിങ്ങൾക്കുള്ളതാണ്. പരാജയം പിശാചിനും ദൈവമക്കൾക്ക് ജയകരമായ ജീവിതവും. അതാണ് ഇന്നിവിടെ സംഭവിക്കുന്നത്. ഇവിടെ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കതാണ്. ആമെ 91 സങ്കീർത്തനം വാക്യത്തിന്റെ 13 വാക്യമുണ്ട്. സിംഹത്തിന്മേലും മണൽമേലും നീ ചവിട്ടും, ബാലസിംഹത്തിൽ പെരുമ്പാമ്പിനെ നീ മെതിച്ച് കളയും. തുടർന്ന് വാക്യങ്ങൾ വായിച്ചവരും കാണുന്നുണ്ട്, നിനക്ക് ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തുമെന്ന്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നാളുകളായി സാത്താൻ നിന്നെ കിടക്കിയിലിട്ട് പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ, നിന്റെ നരിയാണി ഉറപ്പിക്കാൻ കഴിയാണ് ശരീരത്തെ ബലഹീനമാക്കുമ്പോൾ, നിന്റെ മനസ്സിനെ അസ്വസ്ഥമാക്കും, നിന്റെ മനസ്സിൽ പലവിധമായ ചിന്തകൾ കൊണ്ടെത്തുന്ന നിന്നെ അസ്വസ്ഥതയിൽ കൊണ്ടുപോകുന്ന സാത്താന്റെ പദ്ധതികളെ നീ തുരത്തി എറിയണം. ഹല്ലേലൂയ. അത് ഇത് പകൽ ഈ വചനത്തിനും ഭാഗങ്ങളെ സമർപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? ഞാൻ വായിച്ച വചനത്തിലേക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. നാം വായിച്ചു 1 യോഹന്നാന്റെ ലേഖനം 3:8 പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. അതെ, ഞാൻ വായിച്ച് കേൾപ്പിച്ച വചനം, നിങ്ങൾ ഈ ദൈവത്തിൽ കേട്ട സന്ദേശങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടിട്ട് മാനസാന്തരപ്പെടുവാണെങ്കിൽ വാ, ദൈവം നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും. നീ ഇപ്പോൾ അനുഭവിക്കുന്ന സകല കെട്ടിൽ നിന്നും ബന്ധനത്തിൽ നിന്നും നിന്നെ വിടിവിക്കുവാൻ യേശു ആഗ്രഹിക്കുന്നു. കണ്ണുകളടച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമായ സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. കേരളത്തിലെ 3 കോടി ജനത്തെ, 14 ജില്ലകളായി വസിക്കുന്ന ജനത്തെ, തലമുറകളെ എണ്ണത്തിൽപ്പെടാത്ത അന്യസംസ്ഥാന തൊഴിലാളികൾ, ഭാവിയുടെ ഇന്ത്യ രാജ്യത്തിനായി 140 കോടി ജനത്തെ, 21 സംസ്ഥാന 7 കേന്ദ്രപ്രദേശങ്ങളായി 6 ലക്ഷത്തെ ഗ്രാമങ്ങളുടെ ശുദ്ധീകരണത്തിനായി, 7 ഭൂഖണ്ഡങ്ങൾ, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക് രാജ്യങ്ങൾക്കായി 800 കോടി ജനത്തിന്റെ ശുദ്ധീകരണത്തിനായി, വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണം, മേധാവി, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങൾ പിരിക്കുന്ന രാജാക്കന്മാർ, രാജ്ഞിമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാളം, മേധാവി, ഗോത്രങ്ങൾ, ദ്വീപുകളെ, ആദിവാസികൾ, ട്രൈബൽ മേഖലയിലായിരിക്കുന്നവർക്കായി, കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, BSCRPF, ക്രമസമാധാന പാലക, നിയമനിർമ്മാണം എന്ന് നിൽക്കുന്ന രഹസ്യാന്വേഷണങ്ങളെ, പോലീസ് ജുഡീഷ്യറി വിഭാഗങ്ങളെ, കരയിലും കടലും ആകാശമാർഗം വാഹനോടി യാത്ര ചെയ്ത് വാഹനത്തിൽ സെയിൽ ചെയ്യുന്നവർ, കടലോര വാസത്തിലെ സുവാസത്തിലെ മത്സ്യബന്ധനെ കടന്നുപോയിരിക്കുന്നവർ, ഹല്ലേലൂയ. സമുദ്രത്തെ ആഴങ്ങൾ, കനികളും കമ്പനി ഫാക്ടറി ചെയ്യുന്നവർ, സ്തോത്രം. വഴി ചെറുമരുന്ന്, വ്യാപാരി, വ്യവസായ, വഴിയോര കച്ചവടം, ക്ഷീര വ്യവസായികളെ, കാർഷിക മേഖലയിലായിരിക്കുന്നവരെ, സകല
സാധാരണ പുതുമയിലായിരിക്കും വിദ്യാഭ്യാസ സാമ്പത്തിക ബാങ്കിനെ ജോലി ചെയ്യുന്നവർ, പെൻഷൻ മെക്കാനിക്, മോട്ടോർ രംഗത്ത്, യൂണിയൻ രംഗത്ത്, ചെറുതും വലുതുമായ എല്ലാ ടച്ച് സർവീസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നല്ലേ. എല്ലാ മത നേതാക്കന്മാരെ, സാമൂഹ്യ സാംസ്കാരിക സംഘടന രംഗത്ത്, ജനമാധ്യമ മീഡിയ രംഗത്ത് നിൽക്കുന്നവരെ, കർത്താവിന്റെ മധ്യത്തിലും മൈക്കുവാൻസലേക്കും അടിമപ്പെട്ട് കിടക്കും, സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങൾ, രോഗത്തിലും പാപത്തിലും ശാപത്തിലും ബന്ധനലോകപ്പെട്ട് കിടക്കുന്നവർ, ആമേ ദിവ്യാഗിരികളെ കർത്താവി, സകല കലങ്ങൾ പരിഹാസികളായി ജീവിക്കുന്നവർ എല്ലാം മാനസാന്തരം കൊടുക്കണമേ. ആമേ തീവ്രവാദികൾ, ഭീകരവാദികൾ, വർഗീയവാദികൾ മാനസാന്തരപ്പെടാനായി ദൈവങ്ങളെ ഏൽപ്പിക്കുന്നു. ദേശത്ത് വിദേശ രാജ്യ ജോലിക്ക് കിടന്ന് ജോലി കഷ്ടം വേദന ഏൽപ്പിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവർ, ആമേ രോഗികളായി മഹാബന്ധനത്തിൽ കിടക്കുന്നവരെയൊക്കെ വിടുവിക്കാനായി പ്രാർത്ഥിക്കുന്നു. വിദേശരാജ്യ മണ്ഡലത്തിൽ കഷ്ടം സഹിക്കുന്നവർ, വിസ നഷ്ടപ്പെട്ടവർ, നാട്ടിൽ കിടന്നവർ ഭാരപ്പെടുന്നതും, ആമേ സാമ്പത്തികമില്ലാതെ കടമക്കടിയെ കടന്നു മദ്യപാന അടിമപ്പെട്ടവർ, അല്ലെങ്കിൽ വിദേശ പീഡനും സൗകര്യമാരൊക്കെ വിട്ടു കൊടുക്കണമേ. വിദേശ ജോലിക്ക് കടന്നുവരികളുടെ സൗകര്യമാരെ ദൈവമക്കളെ ഒക്കെ അനുഗ്രഹിക്കണമായി കർത്താവിന്റെ വേലയിലേക്ക് ദൈവദാസന്മാരെ എല്ലാം ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മദ്യത്തിനുമായി ഒരു മനസ്സിലേക്ക് അടിമത്തിന് സകല ചൂതാട്ടം, ജനിക വ്യഭിചാര, പരസ്യ ആശുപത്രിയില് സകല ദുഷ്കർമ്മങ്ങളും വീടടക്കുന്ന തലമുറകൾ സൗകര്യസ്ഥന്മാർ വിടിവിക്കപ്പെട്ട് മടങ്ങി വന്ന് പിശാചിന്റെ പ്രവർത്തനത്തിൽ മോചനം പ്രാപിപ്പാൻ കർത്താവായ യേശു സ്വതന്ത്രമായി മാറുവാൻ ജനത്തിന്റെ കണ്ണുകളെ തുറക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അല്ലേരിയ കെട്ടപ്പെട്ട് കിടക്കുന്ന കുടുംബങ്ങളെ വിടിവിക്കപ്പെട്ട് രോഗത്തിന് വിടിവിക്കൽ, ശാപത്തിന് പുറത്തു വരട്ടെ. എല്ലാ ബന്ധങ്ങളും വിടിവിക്കപ്പെടുവാൻ ജനത്തെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. സകല മുഖത്ത് കൊടുക്കുന്ന യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.